തുമ്പ് കെട്ടിയിട്ട് മുട്ടോളം വളർന്ന് നീണ്ടു കിടക്കുന്ന മുടിയാണ് പണ്ടത്തെ പെൺകുട്ടികളുടെ പ്രധാന ആകർഷണമെങ്കിൽ ഇന്നതൊക്കെ മാറിയല്ലേ. അല്ല എങ്കിൽ കാലം മാറ്റി എന്ന് തന്നെ പറയാം. ഫാഷന്റെ പേരിൽ പലരും മുടിയുടെ നീളവും വണ്ണവും കുറച്ചുവെങ്കിലും ചിലർക്ക് ജീവിത രീതി കൊണ്ട് വളരാത്തതാണ് പ്രശ്നം. കൊഴിയുന്നതിനനുസരിച്ച് മുടി വളരുന്നില്ല എങ്കിൽ പെട്ടെന്ന് ഉള്ളു കുറയും. മുടി തഴച്ചു വളരാൻ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ സൊല്യൂഷനാണ് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. കുറച്ച് കഞ്ഞിവെള്ളം എടുക്കുന്നുണ്ട്. നല്ല തെളിഞ്ഞ കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത്. നമ്മുടെ ചമ്പാവരിയുടെ കഞ്ഞിവെള്ളമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏത് അരിയിലാണോ ഉണ്ടാക്കുന്നത് ആ കഞ്ഞിവെള്ളം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, കുറച്ച് കോൺസെൻട്രേറ്റഡ് ആണ് നമ്മുടെ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. അതിനെ ഒന്ന് ലയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പച്ചവെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയാണ്. ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ്, അതുകൊണ്ട് നല്ലവണ്ണം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതുപോലെ പിച്ചിട്ട് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു സ്പൂൺ അളവിൽ, ഫുൾ എടുത്തിട്ടില്ല, ഒരു 1/4 സ്പൂൺ മതി ഉലുവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 സ്പൂൺ അളവിൽ നമ്മുടെ റോസ്മേരി ലീവ്സ്. അപ്പോൾ ഈ 3 സാധനം ഇതിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഉലുവ ഇതിലേക്ക് ഇടുമ്പോൾ തന്നെ അറിയാം, തിളച്ച് വരുന്ന സമയത്ത് ഒരു മഞ്ഞ കളറായിട്ട് മാറും നമ്മുടെ സൊല്യൂഷൻ. നമ്മുടെ കറിവേപ്പില ആയാലും അതുപോലെ തന്നെ റോസ്മേരി ആയാലും ഉലുവ ആയാലും മുടി കൊഴിച്ചിൽ മാറി മുടി നല്ല രീതിയിൽ തഴച്ച് വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ ചെറിയ ചെറിയ ഹെയർ ഫോളിക്കിൾ പോലും നല്ല രീതിയിൽ ആരോഗ്യത്തോടെ വളരാൻ. ചില ആൾക്കാർക്ക് മുടി പൊടിക്കുന്നുണ്ട്, പക്ഷെ അത് നിലനിൽക്കുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഹെയർ സൊല്യൂഷൻ ഉണ്ടാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ മുടി നല്ല രീതിയിൽ ആരോഗ്യത്തോടെ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മുടെ റോസ്മേരി ഉപയോഗിച്ചിട്ടുള്ള ഏത് പ്രോഡക്റ്റ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്താലും നല്ല ആരോഗ്യത്തോടെ ചെറിയ ചെറിയ മുടികൾ പൊടിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ചെറിയ ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് നമ്മുടെ സൊല്യൂഷന്. നമ്മുടെ സൊല്യൂഷൻ നല്ലവണ്ണം തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാവേ, അരിച്ചിട്ട്. അപ്പോൾ ഈ ഒരു ഹെയർ സൊല്യൂഷൻ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഉപയോഗിക്കുന്നത് മുടി നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യേ. ഇത് നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്, ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഉലുവയ്ക്ക് പകരമായിട്ട് കരിഞ്ജീരകം ആഡ് ചെയ്യാവുന്നതാണ്. അത് നമ്മുടെ മുടി നരയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഹെയർ സൊല്യൂഷൻ തണുത്തതിന് ശേഷം കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാവേ. ഇനി ഈ ഇൻഗ്രീഡിയൻ്റ് എല്ലാം കൂടെ നിങ്ങൾ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചിട്ട് അത് പിഴിഞ്ഞെടുത്താണ് തലയിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കഴുകി കളഞ്ഞാൽ മാത്രം മതി. ഷാമ്പു പ്രത്യേകിച്ച് ഇടേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെമ്പരത്തി തല ഉപയോഗിച്ച് കഴുകാവുന്നതാണ്. അപ്പോൾ പുതിയൊരു ടിപ്പായിട്ട് കാണാം.